ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10th പ്രിലിമിനറി 3ാം സ്റ്റേജ് പരീക്ഷ കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രസ്തുത പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനവും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ പഠനവും ഒക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നടത്താം. പൊതുവെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 3 പരീക്ഷയുടെ ചോദ്യപേപ്പർ മുൻ സ്റ്റേജുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മിതമായ നിരക്കിൽ നിന്ന് കുറച്ച് മീഡിയം ലെവലിലുള്ള ഒരു പരീക്ഷയായിട്ട് വേണം നമുക്ക് അതിനെ കണക്കാക്കാൻ. ഈ ഭാഗത്തെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് നോക്കിയാൽ കേരള ചരിത്രം, ഇന്ത്യൻ ഭരണഘടന, ഭൂമിശാസ്ത്രം എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ലളിതമായിരുന്നെങ്കിലും സമീപകാല കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിലുള്ളതായിരുന്നു. ഗണിതവും റീസണിങ്ങും ആയിട്ടുള്ള ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായവർക്ക് എളുപ്പത്തിൽ ചെയ്യാം, സമയപരിധി ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുൻവർഷ ചോദ്യ മാതൃക പിന്തുടരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു 3ാം സ്റ്റേജിൽ പൊതുവെ വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെ പരീക്ഷ ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിട്ടാണ് പൊതുവെ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത്. പരീക്ഷ അധികം പഠിക്കാതെ പോയ കുട്ടികൾ പോലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വളച്ചൊടിക്കാതെ ചോദിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. ഈ വിവിധ ഘട്ടങ്ങളിലെ ചോദ്യപേപ്പറിന്റെ നിലവാരം, പരീക്ഷ എഴുതിയുടെ എണ്ണം, ഒഴിവുകൾ മുൻനിർത്തി സ്പെഷ്യലിസ്റ്റുകളും ലേണിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ കണക്കാക്കുന്ന പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്കുകളെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 58 മാർക്കിന് പ്ലസ് മാർക്ക് മുകളിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠന തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ആരംഭിക്കാനുള്ള സാധ്യത ഏറെയായിട്ടാണ് പരീക്ഷയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റുകളെല്ലാം തന്നെ നല്ല വിപുലീകരിച്ച് ഇടുന്ന ഒരു സാഹചര്യം നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ധാരാളം ഒഴിവുകളൊക്കെ വരാൻ സാധ്യതയുള്ള തസ്തികകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റുകളെല്ലാം തന്നെ അധികം ചുരുക്കാതെ വിപുലീകരിച്ചുള്ള ലിസ്റ്റുകളൊക്കെ ഇടാനുള്ള സാധ്യതയിലാണ് ഈ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിലയിരുത്തലുകളൊക്കെ നടത്തുന്നത്. വ്യത്യസ്ത തസ്തികകളിലേക്കുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റിൻ്റെയൊക്കെ വലിപ്പം മാറാനുള്ള സാധ്യത ഏറെയാണ്. തെറ്റായ ഉത്തരങ്ങൾക്ക് 1/3 നെഗറ്റീവ് മാർക്ക് ഉള്ളതിനാൽ ശ്രദ്ധയോടെ എഴുതാത്തവരുടെ മാർക്ക് താഴാൻ സാധ്യതയുണ്ട്. പരീക്ഷയുടെ ശരാശരി നിലവാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേജുകളുടെയും മാർക്കുകൾ സമീകരിച്ചായിരിക്കും അന്തിമ യോഗ്യതാ പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജ് ബുദ്ധിമുട്ടായിരുന്നു എന്നതുകൊണ്ട് മറ്റ് സ്റ്റേജിലുള്ള കുട്ടികൾക്ക് എളുപ്പമായിരുന്നു എന്നുള്ളത് അത് മൊത്തത്തിലൊരു വിഷമം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. പൊതുവെ ഏകീകരണം വരുമ്പോൾ എല്ലാ സ്റ്റേജിലുമുള്ള ഉദ്യോഗാർത്ഥികൾ ആ രീതിയിലുള്ള നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കും എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. ഇപ്പോൾ 3ാം സ്റ്റേജിനെ സംബന്ധിച്ച ഒരു വിശദമായ അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.